ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കാം. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്കൊന്ന് പോകാം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറത്തിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഇല്ലാത്തതിനാലാണ് കേട്ടോ കുരുമുളക് പൊടി പൊടിച്ചെടുത്തിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഈ 3ഉം കൂടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 15ഓളം വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് 4 പച്ചമുളക്, അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് 25 ചുവന്നുള്ളി ചുളയാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലിപ്പത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് 5-6 പീസുകളാക്കിയതിന് ശേഷം അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏലക്കായ ഒരു 10 എണ്ണം എടുത്ത് അതും കൂടി ഇതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. 2 വലിയ സവാളയും ഒരു തക്കാളിയും എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഒരു 7 ഗ്രാമ്പൂവും ഒരു 4 കഷ്ണം പട്ടയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 സവാള വളരെ കനം കുറച്ചരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരിഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഇറച്ചിയാണ്. നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ഇറച്ചിയും പിന്നെ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഏലക്കായയും പിന്നെ പൊടിച്ചെടുത്ത നമ്മുടെ സ്പൈസസും പിന്നെ നമ്മുടെ തക്കാളിയും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മുളകും പൊടി ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊരു 2-3 സെക്കൻഡ് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം, അതെല്ലാം നമുക്ക് ഇതുപോലെ തവി വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. അതും ഒഴിച്ച് നമുക്ക് ഇറച്ചി വേകുന്നത് വരെ നമുക്ക് വിസിൽ അടുപ്പിക്കാം. 6 വിസിലിന് ശേഷമാണ് കേട്ടോ എൻ്റെ ഇറച്ചി ഇവിടെ വെന്ത് കിട്ടിയത്. ഞാനിതിൻ്റെ മീതേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുന്നുണ്ട്. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ബീഫ് വേവിക്കാൻ. ഇങ്ങനെ വേവിച്ചാൽ എടുത്ത ബീഫ് കറിയാണിത്. വളരെ രുചികരമായ ഈ ബീഫ് കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, കഴിക്കാനൊക്കെ വളരെ രുചികരമായ ഒരു ബീഫ് കറി പൊറോട്ടക്കൊപ്പവും ചപ്പാത്തി, വെള്ളപ്പം, പത്തിരി, നെയ്ച്ചോറ് ഇവയ്ക്കൊപ്പം കഴിക്കാൻ വളരെ രുചികരമായ ഒരു ബീഫ് കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.